ഹായ് ഫ്രണ്ട്സ്, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മക്കളെ, സിസ്റ്ററിൻ്റെ കയ്യിൽ ഒരു പേപ്പറുണ്ട്. നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. നിങ്ങൾക്കെല്ലാം നന്നായി വായിക്കാൻ അറിയാമെന്ന് സിസ്റ്ററിനറിയാം. വായിച്ചു നോക്കിയേ. ഒന്നാമത് കിടക്കുന്നത് ബോയ് ഫ്രണ്ട്, രണ്ടാമത് കിടക്കുന്നത് ഗേൾ ഫ്രണ്ട്, മൂന്നാമത്തത് ബെസ്റ്റ് ഫ്രണ്ട്, നാലാമത്തത് ഫാമിലി. കണ്ടോ? ശ്രദ്ധിച്ച് നോക്കിക്കോ. ഇനി ഈ വാക്കുകൾ തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ വാക്കുകൾ തമ്മിൽ? വാക്കുകൾ, ഈ വേർഡ്സുകൾ തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? നോക്കിയേ. 5 സെക്കൻഡ് തരാവേ. 5. 5 സെക്കൻഡ്. അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും. അറിഞ്ഞൂടാത്തവർക്ക് സിസ്റ്റർ പറഞ്ഞുതരാം. ഒന്നാമത്തെ നോക്കിയേ, ബോയ് ഫ്രണ്ട്. ഫ്രണ്ടിൻ്റെ സ്പെല്ലിംഗ് എന്താ? FRIEND. അവസാനം എന്താ? എൻഡ്. ഒരവസാനം. ഇനി അടുത്ത വാക്ക് നോക്കിയേ, ഗേൾ ഫ്രണ്ട്. ഗേൾ ഫ്രണ്ടൊക്കെ ഉള്ളത് നല്ലതല്ലേ എന്ന് നമ്മൾ പലരും വിചാരിക്കും. പക്ഷെ വേണം, സൗഹൃദമൊക്കെ വേണം. പക്ഷെ ഫ്രണ്ടിൻ്റെ അവസാനം ഒരു എൻഡുണ്ട്. അപ്പം ബോയ് ഫ്രണ്ടിനും ഒരു അവസാനമുണ്ട്, ഗേൾ ഫ്രണ്ടിനും ഒരു അവസാനമുണ്ട്. ഇനി ബെസ്റ്റ് ഫ്രണ്ട് ആണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ബെസ്റ്റ് ഫ്രണ്ടിനും ഒരവസാനമുണ്ട് അല്ലേ? ഇനി അടുത്തതാക്കിയ ഫാമിലി. ആ ഫാമിലിക്കകത്താ ഞാനുണ്ട്, മറ്റിടത്ത് ഞാൻ ഐ ഉണ്ട്. ഫാമിലിയിൽ ഞാനുണ്ട്. ഐ ലവ് യു. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? കുറച്ച് സാധനമാണോ? നമ്മൾ ആരെങ്കിലും നോക്കി നീ കൊള്ളാം, ഐ ലവ് യു, നിന്നെ എനിക്കിഷ്ടമാണ് എന്ന് പറയുന്നത് കേൾക്കാനല്ലേ ഒരു കൂടുതൽ സുഖവും കൂടുതൽ ഇഷ്ടവും. അപ്പോൾ ഫാമിലിക്കകത്ത് ഞാനുണ്ട്. ആ കുടുംബത്തിനകത്ത് പ്യുവറായിട്ടുള്ള, ജെന്യൂനായിട്ടുള്ള, തേന് പോലെ മധുരിക്കുന്ന, കളങ്കമില്ലാത്ത, കപടതയില്ലാത്ത കുറച്ച് സ്നേഹമുണ്ട്. വാക്കുകൾ തമ്മിൽ. മക്കളെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. നമ്മൾ വെറുതെ ചിന്തിക്കുവാണ് ഫ്രണ്ട്സും ഫാമിലിയും. ഫ്രണ്ട്സിൻ്റെ കാര്യം എടുക്കുമ്പോൾ നമ്മൾ LKG UKG അംഗൻവാടിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഫ്രണ്ട്സ് ഇല്ലേ? നമ്മൾ ചില ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ സങ്കടമാവും. നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ LKGയിലെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കത്തില്ല 2ാം ക്ലാസ്സിലെ ഫ്രണ്ട്. ചിലപ്പോൾ കുറച്ചൊക്കെ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ചിലപ്പോൾ വഴിയിൽ എവിടെയെങ്കിലുമൊക്കെ തൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി 8ാം ക്ലാസ്സിലുള്ള ഫ്രണ്ട് ആയിരിക്കില്ല എനിക്ക് 20 വയസ്സാകുമ്പോൾ ഉള്ള ഫ്രണ്ട്. 20 വയസ്സാകുമ്പോൾ ഞാൻ എല്ലാം ഷെയർ ചെയ്ത ഫ്രണ്ട് ആയിരിക്കത്തില്ല ഞാൻ കുറച്ചുകൂടി ഉത്തരവാദിത്തം ഫാമിലി ലൈഫിലൊക്കെ കയറുമ്പോൾ 50ാം വയസ്സിലുള്ളത്. 50ാം വയസ്സിലുള്ള കട്ട ഫ്രണ്ട് ഒന്ന് വിളിച്ചാൽ ഓടി വരുന്ന ആളായിരിക്കില്ല 80ാം വയസ്സിൽ, അല്ലേ? ഫ്രണ്ട്ഷിപ്പിന് മാറ്റം വരും. അതായത് ചിന്തകൾ മാറുന്നതനുസരിച്ച്, ഇഷ്ടങ്ങൾ മാറുന്നതനുസരിച്ച് ഫ്രണ്ട്സിന് മാറ്റം വരാം. ഉത്തരവാദിത്തങ്ങൾ മാറുന്നതനുസരിച്ച്, സാധ്യതകൾ കൂടുന്നതനുസരിച്ച് ഇതൊക്കെ നമുക്ക് മാറ്റം വരാൻ സാധ്യത ഉണ്ട്, ഇല്ലേ? ഉണ്ട്. ഫ്രണ്ട്സിന് മാറി വരാം. എന്നാ മക്കളെ, ഒരു ഫാമിലി എടുത്ത് നോക്കിയാൽ നമ്മുടെ കുടുംബം. ഈ കുടുംബം നമുക്ക് ഒന്നേ ഉള്ളൂ, അല്ലേ? നമ്മൾ ജനിപ്പിച്ച നമ്മളെ പപ്പയും അമ്മയും സഹോദരങ്ങളൊക്കെ ബ്ലഡ് റിലേഷൻഷിപ്പുള്ള നമ്മുടെ കുടുംബം. ഇത് നമുക്ക് ചെറുതായാലും KGയിലായാലും കുടുംബം, നമുക്ക് പപ്പയും അമ്മയും ഉൾക്കൊള്ളുന്ന കുടുംബം അതേ ഉള്ളൂ. ഇനി എനിക്ക് 20 വയസ്സായാലോ എനിക്ക് ഈ കുടുംബമേ ഉള്ളൂ. ഇനി ഞാൻ മരണത്തോട് മല്ലടിക്കുമ്പോൾ എൻ്റെ ചുറ്റും നിൽക്കാനും സമയം കളഞ്ഞ് എൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കാനും എൻ്റെ കുടുംബമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എൻ്റെ പരിമിതികൾ അറിയാം. അതറിഞ്ഞിട്ടും നമ്മളെ സ്നേഹിക്കുന്നത് ആരാ? കുടുംബമാണ്. ഫ്രണ്ട്സ് എടുത്ത് നോക്കിയേ. നമ്മളിപ്പോൾ സിസ്റ്റർ കുറച്ചുകൂടി ചെറുതാണെന്ന് വിചാരിക്കുക, യൗവനത്തിലാണ്. 10, 18, 19 വയസ്സാണ്. അപ്പോൾ സിസ്റ്ററിൻ്റെ അടുത്ത് ചെക്കന്മാർ ചിലപ്പം പറയാൻ സാധ്യതയുണ്ട്, ഐ ലവ് യു, നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നിൻ്റെ നിപ്പ് നടപ്പ് സംസാരം എല്ലാം ഭയങ്കര ഇഷ്ടമാണ്, ഐ ലവ് യു, നീ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല. ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, അല്ലേ? സിസ്റ്ററിന് സന്തോഷമാവും. ഞാനും വിചാരിക്കും ആ ചെക്കന് എന്ത് ഇഷ്ടമാണ്, വേറെ ആരും എന്നെ ഇങ്ങനെ ഇത്രമാത്രം കെയർ ചെയ്തിട്ടില്ല, ഈ ചെക്കൻ മാത്രം ഭയങ്കര ഇഷ്ടം, ഐ ഓൾസോ ലവ് ഹിം. ലാലല ലലല ലലല. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ്, കുറച്ച് വർഷം വേണ്ട, 2 മാസം കഴിഞ്ഞപ്പോഴാണ് ഫേസ്ബുക്കിൽ ഞാൻ അറിയുന്നത് ചെക്കന് വേറെ ഫേക്ക് IDs ഉണ്ട്, അവിടെയും കുറേ പെൺപിള്ളേരുണ്ട്. എന്നോട് എത്രമാത്രം സ്നേഹമാണെന്ന് പറഞ്ഞ് അതേപോലെ തന്നെ വേറെ പലരിടത്തും ഉണ്ട്. ഇതിങ്ങനെ പല പല പ്രശ്നങ്ങളാണ്. ഇത് ഒരൊറ്റ കാര്യം സിസ്റ്റർ പറഞ്ഞ്, ഇതുപോലെ മക്കളെ ഫ്രണ്ട്സ് മാറി മാറിപ്പോവും. എന്നാൽ മാറ്റമില്ലാത്ത ഒരിടം നമ്മുടെ വീടാണ്. എൻ്റെ സ്വപ്നങ്ങൾ വീടിൻ്റെ സ്വപ്നമായി മാറും. പപ്പയും അമ്മയുടെ സ്വപ്നങ്ങൾ എൻ്റെ സ്വപ്നങ്ങളായി മാറും. എൻ്റെ സന്തോഷം എൻ്റെ വീടിൻ്റെ സന്തോഷമായി മാറും.
എൻ്റെ സങ്കടം, എൻ്റെ കുറവുകൾ, എൻ്റെ ഇല്ലായ്മകൾ അത് വീടിൻ്റെയായി മാറും. എൻ്റെ മുറിവുകൾ വീടിൻ്റെ, അതായത് കുടുംബത്തിൻ്റെ മുറിവായി മാറും. കണ്ടിട്ടില്ലേ, നമ്മൾ കുടുംബത്തിൽ ഒരു കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അസുഖമായി അഡ്മിറ്റായി ബാക്കി എല്ലാവരും ആഘോഷിച്ച് ആനന്ദിച്ച് ആർമാദിക്കുകയോ ഇല്ല. അവരുടെ ഹൃദയത്തിലൊക്കെ ആ സമയം ദുഃഖമായിരിക്കും. ജോലിക്ക് പോയാലും കുഞ്ഞിനെ പറ്റിയുള്ള ചിന്തയായിരിക്കും, സഹോദരനെ പറ്റിയുള്ള ചിന്തയായിരിക്കും, അല്ലേ? നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നിടം, സ്പേസ് മാറ്റിവെക്കുന്നിടം കുടുംബം. അതുകൊണ്ട് എൻ്റെ കുട്ടാ, സിസ്റ്ററിന് പറയാനുള്ളത് ഒരു കാര്യമേ ഉള്ളൂ. ഫ്രണ്ട്സ്, സൗഹൃദം നല്ലതാണ്, ജീവിതം സമ്പന്നമാക്കും. പക്ഷെ ജീവിതത്തിൻ്റെ കൺട്രോള് നിയന്ത്രിക്കുന്നത് ഫ്രണ്ട്ഷിപ്പായി മാറിയാൽ ജീവിതത്തിന് കോട്ടം തട്ടി തുടങ്ങും. ഓക്കെ, അതാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് ഫ്രണ്ട്സും വേണം, ഫാമിലിയും വേണം. ഓക്കെ, മനസ്സിലാകാൻ വേണ്ടി ഒരു കുഞ്ഞു കാര്യം കാണിച്ചു തരാവേ. വിചാരിക്കുക, സിസ്റ്റർ ഇവിടെ ഒരു ഡോട്ട് ഇടുവാണേ, ഒരു ചുവന്ന കളറിലുള്ള ഒരു ഡോട്ട്. ഓക്കെ, വിചാരിക്കുക അത് നമ്മൾ ഓരോരുത്തരും, ഒരു മനുഷ്യൻ, ഓക്കെ, ഒരു വ്യക്തി, ഒരു കുഞ്ഞ്. ഓക്കെ, ഇതിൻ്റെ ചുറ്റിലും ഒരു സർക്കിൾ വരയ്ക്കുവാണ്, ഒരു ഒറ്റ സിംഗിൾ സർക്കിൾ. ഓക്കെ, കാണാൻ വേണ്ടി കുറച്ച് കാർപ്പിച്ച് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഡോട്ട്, അത് ഞാൻ, ഒരു വ്യക്തി, അതിൻ്റെ ചുറ്റിലും ഒരു സർക്കിൾ. ആ സർക്കിളിൻ്റെ പേരാണ് നമ്മുടെ ഫാമിലിയാണ്. ഫാമിലി നമ്മുടെ കുടുംബം. ഓക്കെ, നമ്മളെ പപ്പയും അമ്മയും ചേട്ടനും ചേച്ചിയും ഒക്കെ അടങ്ങുന്ന നമ്മുടെ കുടുംബത്തിൽ താമസിക്കുന്നില്ലേ. ഇപ്പം ചിലപ്പോൾ അതിലെ അപ്പൂപ്പനും അമ്മയൊക്കെ ഉള്ള, നമ്മളെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്ന, ഉള്ളതെല്ലാം നമ്മളുമായിട്ട് പങ്കുവെക്കുന്ന, ഒരു മടിയും ഒരു ഇതുമില്ലാതെ, ഒന്നും മാറ്റിവെക്കാതെ, ഈവൻ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്യണേ നമ്മളെ കുടുംബം. രണ്ടാമത്തെ സർക്കിൾ കണ്ടോ, അവിടെ നമ്മുടെ ഫ്രണ്ട്സാണ്. ഫ്രണ്ട്സ് നമുക്ക് ജീവനാണ്. ഫ്രണ്ട്സ് ഇല്ലാതെ പറ്റത്തില്ല. സ്കൂളിൽ പോയാലും കോളേജിൽ പോയാലും ജോലിക്ക് പോയാലും നമുക്ക് ഫ്രണ്ട്സ് വേണം. എവിടെ പോയാലും നമുക്ക് ഫ്രണ്ട്സ് വേണം. കാരണം നമ്മൾ മനുഷ്യരാണ്, ഒറ്റപ്പെട്ടല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. കണ്ടോ മക്കളെ, 2 സർക്കിൾ. അപ്പോൾ ഈ ഒന്നാമത്തെ സർക്കിളിൻ്റെ അടുത്ത് ഒരു ശൂന്യത കിടപ്പില്ലേ, ഒരു കാലി പ്ലേസ്. അത് ഞാനും എൻ്റെ ദൈവത്തിനും വേണ്ടി മാത്രമുള്ള പേഴ്സണൽ സ്പേസാണ്. ഓക്കെ, അപ്പോൾ ചില രഹസ്യങ്ങൾ, ചില കാര്യങ്ങൾ, ചില നൊമ്പരങ്ങൾ തമ്പുരാനോട് മാത്രം പറഞ്ഞാൽ മതി. എല്ലാവരുടെ അടുത്തും നമുക്ക് പറഞ്ഞ് ഷെയർ ചെയ്ത് ഞാനിതാണ്, എൻ്റെ പ്രശ്നങ്ങൾ ഇതാണ് എന്ന് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഈശോയും ഞാനും, അവിടെ പൂർണ്ണമായിട്ടുള്ള സൊല്യൂഷൻ കിട്ടത്തുള്ളൂ. വേണ്ട, എല്ലാം അറിയാവുന്ന ഈശോയോട് ചേർന്നിരുന്ന് കാര്യങ്ങളൊക്കെ പറയുക. ഓക്കെ, ആ പേഴ്സണൽ സ്പേസ്. രണ്ടാമത്തത് ഫാമിലി. ഓക്കെ, അടുത്ത് നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരിടം നമ്മുടെ ഫാമിലിയാണ്. ഓക്കെ, നേരത്തെ സിസ്റ്റർ പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ കുടുംബം, നമ്മുടെ എല്ലാ മക്കളും. അത് കഴിഞ്ഞുള്ള സർക്കിളിൽ നമ്മുടെ ഫ്രണ്ട്സ്. ഓക്കെ, ഇനി ഈ ഫ്രണ്ട്സ്, ഇവിടെ കിടക്കുന്ന ഫ്രണ്ട്സ് കയറി ഇവിടെ ഇരുന്നാലോ താളം തെറ്റും, പ്രശ്നങ്ങൾ തെറ്റും. ഓക്കെ, ഇരിക്കേണ്ടവരെ ഇരുത്തേണ്ട സ്ഥലത്ത് ഇരുത്തണം. ഇനി ഈ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള സ്നേഹം കൂടി ഇവർ ഈ അകത്ത് കോളത്ത് വന്നാലോ എല്ലാ കാര്യങ്ങളും A to Z അവരറിയാതെ ഒരു പ്രശ്നമില്ല. വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയണമെങ്കിൽ അവരോട് ഡിസ്കസ് ചെയ്യണം, അവരോട് ചോദിക്കണം. കൂട്ടുകാർ യെസ് പറഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോകും. അങ്ങനെയാണെങ്കിൽ പ്രശ്നം. ഓക്കെ, ഈ സ്പേസിൽ വരുന്ന പ്രശ്നം. ഓക്കെ, ഇരിക്കേണ്ടവരെ ഇരിക്കേണ്ട സ്ഥലത്ത് എടുത്തണം. അതായത് ജീവിതത്തിൽ മക്കളെ ഒരു മാർജിൻ വേണം. ഓക്കെ, മാർജിൻ എന്ന് വെച്ചാലോ ഒരു അതിർവരമ്പ് വേണം. എല്ലാ കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങളും നല്ലതാണ്, പക്ഷെ അമിതമായാൽ അമൃതം വിഷം, കേട്ടിട്ടുള്ളതാണ്. ഇതുപോലെ ഒരു മാർജിൻ ജീവിതത്തിൽ വേണം. ഓക്കെ, അതിനപ്പുറം കയറ്റാൻ പാടില്ല, പ്രശ്നങ്ങൾ തുടങ്ങും. പിടികിട്ടിയോ, മനസ്സിലായോ? അതെ. അപ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അതിർവരമ്പില്ലാതെ ഇവിടെ ഇരിക്കേണ്ടവരെയൊക്കെ പിടിച്ച് ഇവിടെയൊക്കെ സ്ഥാനം മാറ്റി പ്രതിഷ്ഠിച്ചപ്പോൾ ക്ലൈമാക്സ് ഭയങ്കര മോശമായി മാറിയ പ്രഗത്ഭരായ ഒരു 3 പേരെ സിസ്റ്റർ ബൈബിളിൽ നിന്ന് പരിചയപ്പെടുത്താം. എന്താണ്? ഫ്രണ്ട്ഷിപ്പ് നല്ലതാണ്, ഫ്രണ്ട്സ് അവർക്കുണ്ടായിരുന്നു. പക്ഷേ സൗഹൃദത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്തെന്നറിയാമോ, നമ്മൾ കൂടുതൽ ആശ്രയിക്കും. നമ്മൾ നമ്മുടേതായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കത്തില്ല. എല്ലാത്തിനും അവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് വന്നാലേ ശരിയാകത്തുള്ളൂ. ഡിപ്പെൻഡൻസി, ആശ്രയത്വം. 2, ഫ്രണ്ട്ഷിപ്പിനിടെ നമുക്ക് നോ പറയാൻ തോന്നും. ചില കാര്യങ്ങൾക്ക് നമ്മൾക്ക് നോ പറയാൻ തോന്നത്തില്ല. ഓക്കെ. 3-മത്തെ കാര്യം എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഫ്രണ്ട്ഷിപ്പ് അല്ലേ, അത് പൊട്ടിപ്പോവും. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അത് ശരിയല്ല.
ഇനി അടുത്ത ഒരു കാര്യം, ചിലപ്പോൾ അവരൊക്കെ വിളിക്കുന്നത് പ്രാർത്ഥനാ സമയത്തായിരിക്കും. നമുക്ക് എങ്ങനെ നോ പറയാൻ പറ്റും? ഓക്കെ, അപ്പോൾ ചില പ്രാർത്ഥന മൂല്യങ്ങൾ ഇതൊക്കെ നമുക്ക് മാറ്റി വെക്കേണ്ടി വരും, ഉപേക്ഷിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഒരു ബോർഡർ ലൈൻ വരയ്ക്കണമെന്ന് സിസ്റ്റർ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ തെറ്റിപ്പോയ 3 പേരുടെ കഥ പറയട്ടെ. ഒന്നാമത്തെ ആൾ സാംസൺ. സാംസൺ ആരായിരുന്നു? ഭയങ്കര കായിക ബലമുള്ള, നമ്മൾ ഇന്നത്തെ ജിമ്മൻ എന്നൊക്കെ പറയുന്ന അതിനെക്കാട്ടിലും ദൈവത്തിൻ്റെ പ്രത്യേക അഭിഷേകമുള്ള, ഭയങ്കര കായിക ശക്തി കൊണ്ട് ആൾക്കാരെ മല്ലിട്ട് രാജ്യങ്ങളെ തോൽപ്പിച്ച, സൈനികരെയൊക്കെ ഇങ്ങനെ പറത്തിയ ഒരു മനുഷ്യനായിരുന്നു സാംസൺ. ഓക്കെ, ഭയങ്കര ശക്തിമാൻ, അവനെ തകർക്കാൻ പറ്റില്ല. ഈ വീടിൻ്റെ കട്ടളയൊക്കെ ഇല്ലേ പൊക്കി എടുത്തുകൊണ്ടാണ് പോയിട്ടുള്ളത്. ഓക്കെ, ശത്രു സൈന്യം വരുമ്പോൾ അതും പൊളിച്ചു പോയിട്ടുള്ള ആളാണ്. ഒരു ചെറിയ ഒരു കഴുതയുടെ എല്ല് കൊണ്ട് ആയിരങ്ങളെ ചക വെട്ടി വീഴ്ത്തിയ മനുഷ്യനാണ്. ഒക്കെ അത്രയും പവറുള്ള മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ക്ലൈമാക്സ് ഫ്ലോപ്പായി പോയി. എന്ന് പറഞ്ഞാൽ ദൈവം ജനിച്ചപ്പോഴേ അഭിഷേകം കൊടുത്തതാണ് ആർക്ക്? നമ്മുടെ സാംസന്. ഒക്കെ ജനനം മുതൽ കർത്താവിൻ്റെ അഭിഷേകം നിറഞ്ഞു നിന്ന ചെക്കനാണ്. എന്ത് സംഭവിച്ചു? അപ്പോൾ ഇവന് അന്യബന്ധങ്ങളിൽ ഒക്കെ ദൈവം ആഗ്രഹിക്കാത്ത ബന്ധങ്ങളിൽ പോയി വീണു. ആ കുടുംബം ഉപദേശിച്ചു, പറഞ്ഞു കൊടുത്തു, അതൊന്നും കേൾക്കണ്ട, ഞാനെടുത്ത തീരുമാനം ബെസ്റ്റ് തീരുമാനം എന്ന് പറഞ്ഞ് നടന്നു. അവസാനം 3ാമത് വന്ന പെങ്കൊച്ചിന് ഫിലിസ്തീർ എന്ന് വെച്ചാൽ ശത്രു സൈന്യം കുറച്ച് കാശൊക്കെ തരാം, നീ എങ്ങനെയെങ്കിലും അവൻ്റെ പവർ എവിടെയായിരിക്കുന്നത് അവനെ തകർക്കണം, നിനക്ക് ഇഷ്ടംമാതിരി കാശ് തരാം. ഇപ്പം നമ്മൾ പറയണം 10 ലക്ഷം 1 കോടി രൂപ തരാം, നിനക്ക് ഇഷ്ടമുള്ള സ്ഥലം ഞങ്ങൾ തരാം, നീ പറഞ്ഞാൽ മതി, പ്രമാണം ചെയ്ത് തരാം, നീ ഒന്ന് നൈസായിട്ടൊന്ന് കാണിച്ചു തന്നാൽ മതി എന്ന് പറയത്തില്ലേ. അതുപോലെ ഈ പെൺകുട്ടി അവനെ മടിയിൽ കിടത്തി ഉറക്കി കുറച്ച് സ്നേഹമൊക്കെ കൊടുത്ത് ചോദിച്ച് അവസാനം മനസ്സിലാക്കുന്നു. അത് ശത്രുക്കളോട് പറയുന്നു. അവർ പിടിച്ചുകൊണ്ട് പോയി. എന്ന് വെച്ചാൽ ഭരിക്കേണ്ട രാജാവിൻ്റെ ആ സ്ഥാനമൊക്കെ ആയിരുന്നു അന്ന്. എന്ന് വെച്ചാൽ അത്രമാത്രം പവറുള്ള ഇയാൾ അടുക്കളയിൽ അരി ഉഴുന്നൊക്കെ അരയ്ക്കുന്ന ഒരു പരുവത്തിലേക്ക്, ഏറ്റവും ലോ സ്റ്റാൻഡേർഡിലേക്ക് വന്നു. കാരണം എന്നാ? ചില ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ചില ബന്ധങ്ങൾ വേണ്ടാത്തത്, നമുക്കർഹിക്കാത്തത് നമ്മൾ വേണമെന്ന് ആഗ്രഹിച്ചു, മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് നമ്മൾ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. ഓക്കെ, അത് ജീവിതത്തിൽ നന്മയേക്കാൾ ഉപരി പ്രശ്നങ്ങൾ കൊണ്ടുവരും. ഓക്കെ, ഒരു ഉദാഹരണം പിടിച്ചു. ഇനി ആരായിരിക്കും അടുത്തയാൾ? പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട ഒരാളാണ്. പ്രഗത്ഭനാണ്, ജ്ഞാനിയാണ്. ലോകത്തിൽ അത്രമാത്രം ജ്ഞാനം കൊണ്ട് നിറഞ്ഞ വേറെ ഒരാളില്ല, അന്നുമില്ല ഇന്നുമില്ല. ആരാണെന്ന് പറയാവോ? അദ്ദേഹത്തിൻ്റെ പപ്പ ഭയങ്കര ഫേമസ് ആണ്. മനസ്സിലായി കാണും, നിങ്ങൾക്കറിയാം, സിസ്റ്ററിനറിയാം. സോളമനാണ്, സോളമൻ രാജാവ്. മക്കൾ ചിന്തിച്ചു നോക്കിയാൽ, സോളമൻ ജ്ഞാനിയാണ്. അദ്ദേഹമാണ് ജെറുസലേമിൽ ആദ്യത്തെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, 2ാമത് നിർമ്മിച്ച ദേവാലയത്തേക്കാൾ അതിഗംഭീരമായിരുന്നു സോളമൻ രാജാവ് നിർമ്മിച്ച ദേവാലയം. ഓക്കെ, അത് നിർമ്മിച്ചു, രാജകൊട്ടാരം നിർമ്മിച്ചു, രാജ്യത്തിൽ സമ്പത്തും സമൃദ്ധിയും സമാധാനവും ഒക്കെ കൊണ്ട് നിറഞ്ഞു. അദ്ദേഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പലരും വന്നു. അവരെയൊക്കെ നിഷ്പ്രയാസം വാക്കുകൾ കൊണ്ടും അദ്ദേഹത്തിൻ്റെ ജ്ഞാനം കൊണ്ടും ഒക്കെ തോപ്പിച്ച മനുഷ്യനാണ്, രാജാവാണ്. എന്നിട്ട് ക്ലൈമാക്സ് ഒന്ന് നോക്കിക്കേ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ തലമുറ തന്നെ മക്കൾ വന്നപ്പോൾ വിഡ്ഢിയിൽ ഒന്നാമനും വിവേകത്തിൽ ഒടുവിലെത്തവനും, പ്രഭാഷൻ്റെ പുസ്തകത്തിൽ അങ്ങനെയാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ തലമുറ മക്കൾ ഒരു വലിയ ജ്ഞാനീരെ. എന്തുകൊണ്ടാണ് ക്ലൈമാക്സ് പോയത്? അതും പ്രശ്നം ഇതാണ്. ഫാമിലിയേക്കാൾ ഫ്രണ്ട്സിന്, ചില ബന്ധങ്ങൾക്ക്, ദൈവം ആഗ്രഹിക്കാത്ത ബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തപ്പോൾ പ്രശ്നമായി മാറി. എല്ലാത്തിൻ്റെയും കാരണമായ ദൈവത്തെ മറന്നു. ദൈവത്തോടുള്ള ആദ്യ സ്നേഹം പുള്ളിക്കില്ലായിരുന്നു. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ജ്ഞാനം കൊടുത്തത് ആരാ? ദൈവമല്ലേ. പ്രത്യക്ഷപ്പെട്ട് മുമ്പിൽ വന്ന് പറഞ്ഞു, മോനെ നിനക്ക് എന്ത് വേണം? ഇപ്പം പറഞ്ഞു, എനിക്ക് ഇസ്രായേൽ ജനങ്ങളെ നയിക്കാനുള്ള ജ്ഞാനവും വിവേകം തരണം. ദൈവം ഉത്തരത്തിൽ ഭയങ്കര ദൈവം ഹാപ്പിയായി. ദൈവം അത് മാത്രമല്ല, സമ്പത്തും അധികാരവും പവറും എല്ലാം കൊടുത്തില്ലേ. അപ്പം കാരണക്കാരൻ ആരാ? ദൈവമാണ്. ഓക്കെ, അപ്പം നമുക്കെല്ലാം തന്ന് ആ ദൈവത്തെ പുള്ളി മറന്നു. ഓക്കെ, മറക്കാൻ കാരണക്കാരാരാ? തെറ്റിലേക്ക് എന്ന് വെച്ചാൽ ട്രാക്ക് മാറ്റിക്കൊണ്ടുപോകാൻ വഴിതെളിച്ചവരാരാ? ഈ ബന്ധങ്ങളാ. മറ്റു പല രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ അലയൻസ് ഉണ്ടാക്കുന്നു, ബന്ധം ഉണ്ടാക്കുന്നു, അവിടുത്തെ പെൺകുട്ടികളുമായിട്ട് കമ്പനിയാകുന്നു, അവരെ പ്രണയിക്കുന്നു, അവരെ സ്നേഹിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നു. നമ്മുടെ പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, സ്വന്തം വംശത്തിൽ നിന്നുമൊക്കെയാണ്. അബ്രഹാത്തിൻ്റെ മകന് ഇസഹാക്കിന് വേണ്ടി പെൺകുട്ടിയൊക്കെ അന്വേഷിച്ച് സ്വന്തം നാട്ടിലൊക്കെ പോയ കഥയുണ്ട്.
അല്ലേ? നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണും. അപ്പോൾ ഇതുപോലെ ദൈവം പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ തെറ്റി വീഴ്ച വരുത്തി. ഓക്കെ, ദൈവം പറഞ്ഞിട്ടുണ്ട്, എന്താണ്, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്, അല്ലേ? ഈ പെൺകുട്ടികൾ വന്നപ്പോൾ അവരവരുടെ സംസ്കാരവും അവരുടെ ദേവന്മാരെയും ദേവിമാരെയൊക്കെ കൊണ്ടുവന്ന് ആരാധിക്കാൻ തുടങ്ങി. പിന്നെ പാവം ഹസ്ബൻഡല്ലേ, ഭാര്യ പറയുന്നത് കേൾക്കണ്ടേ? ആ പുള്ളി അതിൽ വീണു, പ്രശ്നമായി മാറി. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ ആത്മീയത എല്ലാത്തിൻ്റെയും കാരണക്കാരനായ നമ്മളെ തന്നെ നമ്മളാക്കി മാറ്റിയ നമ്മുടെ ദൈവത്തെ മറന്നു, ആത്മീയത കൈവിട്ടു. ഓക്കെ, ഒന്നാമത്തെ കാരണം. രണ്ടാമത്തത്, വേണ്ടാത്ത ചില ബന്ധങ്ങൾ വേണം, പക്ഷെ നമുക്ക് അർഹിക്കാത്ത ബന്ധങ്ങളെ ചേർത്ത് വെച്ചാൽ അത് ബന്ധനമായി മാറും, കുടുക്കായി മാറും. പിന്നെ എത്ര അഴിച്ചാലും അഴിയാൻ പറ്റാത്ത വിധം, രക്ഷപ്പെടാൻ പറ്റാത്ത വിധം ചില ബന്ധങ്ങൾ മുറുകും. ഓക്കെ, ആ കെട്ട് വീണാൽ പിന്നെ ഊരാൻ ഭയങ്കര പാടാണ് മക്കളെ. അപ്പം ആ ബന്ധങ്ങളിൽ പോയുള്ള വീഴ്ച. ഓക്കെ, രണ്ടാമത്തെ. മൂന്നാമത്തത് അനുസരണ. ഓക്കെ, അനുസരണ ബലിയേക്കാൾ ശ്രേഷ്ഠം. ബൈബിൾ അങ്ങനെ വല്ലേ പറയണേ? ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോളമന് 3 തവണ പ്രത്യക്ഷപ്പെട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, നീ പോകുന്ന റൂട്ട് ശരിയല്ല, അന്യദേവന്മാരെ ആരാധിക്കരുത്, ബലിയർപ്പിക്കേണ്ടത് എനിക്കാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, അദ്ദേഹം കേട്ടില്ല. അവർ വന്നു, അവരുടെ ദേവിമാർക്കും ലാസ്റ്റ് അന്യദേവന്മാർക്ക് ഈ രാജാവ് ബലിയർപ്പിച്ചു. അവരുടെ വാക്കുകൾ കേട്ട് ദൈവം എന്താണോ പറഞ്ഞത് അതെല്ലാം ജസ്റ്റ് ഓപ്പോസിറ്റ് ചെയ്തു. ഓക്കെ, നമ്മുടെ മുതിർന്നവർ, നമുക്ക് നല്ലത് ഓതി തരുന്നവരെ നമ്മൾ കേൾക്കണം, അത് ശരിയാണോ എന്ന് ആലോചിക്കണം, ദൈവത്തോട് ചോദിക്കണം, പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരും. എന്നിട്ട് ശരിയെന്ന് തോന്നുന്നത് കട്ടയ്ക്ക് നിൽക്കുക. തെറ്റെന്ന് തോന്നിയാൽ, തെറ്റെന്ന് ഒന്നിൽ കൂടുതൽ ആൾക്കാർ നമ്മളോട് സൂചിപ്പിച്ചാൽ വെറുതെ ഇങ്ങനെ ഇരിക്കണം. ഓക്കെ, എൻഗേജ്ഡ് ഒന്നും ആകാതെ വെറുതെ ഇരുന്നിട്ട് അത് ആലോചിക്കണം, ശരിയാണോ? ശരിയാണെങ്കിൽ നമുക്കപ്പം ദുഃഖം തരുന്നതെങ്കിലും നിങ്ങൾ ചെയ്യണം, നാളെ അത് അനുഗ്രഹമായി മാറും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും വന്നാൽ നമ്മുടെ ജീവിതവും ക്ലൈമാക്സ് മോശമായി മാറാനുള്ള കാരണമുണ്ട്. ഇനി ഒരാളെ കൂടി പറഞ്ഞുതരാം, അത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഏസാവ് കേട്ടിട്ടുണ്ടോ? ഏസാവിൻ്റെ കഥയിലും ഇതാണ്. ഏസാവിൻ്റെ കഥ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. ഏസാവിൻ്റെ കഥ ഉൽപ്പത്തിയിൽ, സാംസന്റെ കഥ ന്യായാധിപന്റെ പുസ്തകത്തിൽ വരും. സോളമന്റെ കഥ 1 രാജാക്കന്മാരിൽ. സമയം കിട്ടുമ്പോൾ മക്കൾ വായിക്കണം കേട്ടോ, ഒരു സ്റ്റോറി പോലെ എടുത്ത് വായിക്കണം. വായിക്കുമ്പോൾ നമുക്ക് കഥയൊക്കെ സിസ്റ്റർ പറഞ്ഞതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞ, ഏസാവിൻ്റെ കല്യാണക്കാര്യം പറയുമ്പോൾ അതിൽ പറയണത് അദ്ദേഹത്തിൻ്റെ പപ്പയും അമ്മയുടെയും പേരറിയോ? ഇസഹാക്കും റബേക്കയാണ്. അപ്പോൾ അതിൽ 25-26 അധ്യായങ്ങളിലാണ് ഏസാവിനെ പറ്റി പറയുന്നത്. അമ്മ പറയണത്, ഈ വന്ന് കയറിയ പെൺകുട്ടികളെ കൊണ്ട് ജീവിതം മടുത്തു, ജീവിതം ദുഷ്കരമായി തീർന്നു, ക്ലേശകരമായി മാറി. ഈ 3 വേർഡും അതിലുണ്ട്. ഒന്ന്, ജീവിതം മടുത്തു. രണ്ടാമത്തത്, ക്ലേശമായി മാറി. കാരണം ഏസാവിൻ്റെ ഭാര്യയും അവിടുത്തെ അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ കാരണം മടുത്തു, ക്ലേശകരമായി മാറി, ദുരിതപൂർണമാക്കി. ഓക്കെ, അപ്പോൾ ആ പെൺകുട്ടികളും അന്യ സംസ്കാരത്തിൽ നിന്ന്, അന്യദേശത്തിൽ നിന്ന്, ഇസ്രായേൽ വംശത്തിൽ നിന്നല്ല, പുറത്തു നിന്ന് എടുത്തതാണ് പെൺകുട്ടികൾ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മക്കളെ, ബന്ധങ്ങൾ ചിലപ്പോൾ ബന്ധനമായി മാറാം. ഓക്കെ, അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ ഇച്ചിരി ശ്രദ്ധിക്കണം. അത്രയും സിസ്റ്റർ പറഞ്ഞോളൂ. ഇനി എൻ്റെ മക്കളെ, ഇനി വേറെ 3 ആൾക്കാരുണ്ട്. ഇവര് അതിഗംഭീരമാക്കി, ക്ലൈമാക്സ് സൂപ്പർ ഫണ്ടാസ്റ്റിക് എക്സലന്റ് ഗ്ലോറിയസ് ആക്കി മാറ്റിയ 3 ആൾക്കാരുണ്ട്. ഓക്കെ, അറിയോ? 3 ചെറുപ്പക്കാരാണ്. ഒന്ന് ജോസഫ്. കണ്ടോ, ജോസഫ് ചങ്ങലയിട്ട് വേറൊരു രാജ്യത്തേക്ക് അടിമയെപ്പോലെ കൊണ്ടുപോയവൻ, ചങ്ങലക്കിട്ടവൻ ചക്രവർത്തിക്ക് തുല്യമായി ചെങ്കോല് പിടിക്കേണ്ടത് അധികാരം ഉള്ള ഒരു മനുഷ്യനായി അന്യരാജ്യത്ത് മാറി. എന്തുകൊണ്ടാ? അവൻ പഠിച്ചതൊന്നും അവൻ മറന്നില്ല. അതായത് കുട്ടിക്കാലത്ത് പപ്പയും അമ്മയൊക്കെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ. ഇവനെ ഒറ്റക്ക് ഒരു രാജ്യത്ത് ആരുമില്ല, അപ്പയും അമ്മയും ബന്ധുക്കളോ ആരുമില്ല. അങ്ങനെ പോയവൻ, ജോസഫിന് ഒരു വിശ്വാസമുണ്ട്, ദൈവം കൂടെ നടക്കും. ഓക്കെ, ബൈബിളിൽ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, ജോസഫ് പോകുന്നിടത്തൊക്കെ ദൈവം കൂടെ പോയി, അവനായിരുന്നിടത്തൊക്കെ അവൻ്റെ യജമാനന്മാരെ അനുഗ്രഹിച്ചു. അങ്ങനെ കൂടെ നടക്കുന്ന ദൈവത്തെ വിശ്വസിച്ചു. ഓക്കെ, പാപം ചെയ്യാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട് അല്ലേ? നമ്മുടെ സ്റ്റാൻഡേർഡ് കൂടും തോറും നമ്മൾക്ക് അധികാരവും പവറും ജോലിയും ഒക്കെ സമ്പന്നമാകുന്നിടത്ത് ശത്രുക്കളും പാപങ്ങളും പ്രലോഭനങ്ങളും 10 ഇരട്ടി കൂടും. അപ്പോൾ ഇതുപോലെ ഒരു ചക്രവർത്തിയുടെ തൊട്ട് താഴെ സ്ഥാനം എന്ന് പറയുമ്പോൾ എന്തുമാത്രം പ്രലോഭനങ്ങളാ. എന്നിട്ടും പുള്ളി അതിലൊന്നും വീണില്ല. അവൻ്റെ ക്ലൈമാക്സ് എന്താ?
സൂപ്പറായില്ലേ? ഈ ജോസഫിൻ്റെ തലമുറയാണ് പിന്നെ ഇസ്രായേൽ അടിമകളായിട്ട് ഈജിപ്തിൽ കഴിഞ്ഞത്. തമ്പുരാൻ ഇദ്ദേഹം ചെയ്ത നന്മകളും അവരുടെ പൂർവികർക്ക് കൊടുത്ത വാഗ്ദാനങ്ങളും ഒക്കെ ഓർത്ത് അവരെ മൊത്തമായിട്ട് രക്ഷിച്ചു കൊണ്ടുവന്നില്ലേ അല്ലേ? അപ്പോൾ ഒരു ചക്രവർത്തിക്ക് തുല്യമായി മാറുക എന്ന് പറഞ്ഞാൽ അല്ലേ, അടിമ ചെറുക്കനെ, അടിമ പയ്യനെ ഒക്കെ അതുപോലെ ക്ലൈമാക്സ് സൂപ്പറായി മാറി. ഇന്നും നമ്മൾ ഓർക്കുന്നു. ചിലപ്പോഴൊക്കെ ജോസഫിൻ്റെ ലൈഫുമായിട്ടൊക്കെ ഈശോയെ കമ്പയർ ചെയ്യാറുണ്ട് ഒക്കെ. നമ്മൾ ഇന്നും പച്ചയോടെ സന്തോഷത്തോടെ ഓർക്കുന്ന ഒരു കഥാപാത്രമാണ് ജോസഫ്. ദാനിയേൽ ഒരു ചെറുപ്പക്കാരനാണ്. അവനും രാജകൊട്ടാരത്തിലായിരുന്നു താമസം. കാരണം അവൻ നല്ല ബുദ്ധിമാനായിരുന്നു, ഇൻ്റലിജൻ്റ് ആയിരുന്നു, ഷാർപ്പായിരുന്നു. സ്വപ്നങ്ങളൊക്കെ ഒരു സ്വപ്നം കണ്ടിട്ട് രാജാവ് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നവും പറഞ്ഞു കൊടുത്തു. എന്താ താങ്കൾ രാത്രി ഇതല്ലേ കണ്ടത്? ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയും അതിൻ്റെ എക്സ്പ്ലനേഷൻ, ഇൻ്റർപ്രിട്ടേഷൻ ചെയ്തു കൊടുക്കുകയും വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ചെയ്യേണ്ട പവർ. വ്യാളിയിൽ നിന്ന് ആ രാജ്യത്തെ രക്ഷിച്ചു, മകളെ രക്ഷിച്ചു, ബാൽ ദേവന്മാരെയൊക്കെ അടിച്ച് തകർത്തു. അങ്ങനെ പല അസാധ്യമായിട്ടുള്ള പല കാര്യങ്ങളും. സൂസന്ന ഒരു പാവം പെങ്കൊച്ചിനെ കല്ലെറിഞ്ഞ് കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ അപ്പോൾ ദാനിയേൽ കുഞ്ഞായിരുന്നു, എന്നുവെച്ചാൽ ഒരു കൗമാരക്കാരനായിരുന്നു. ആ സമയത്തും ഇവൻ ഇടപെട്ട് ആ പെൺകുട്ടിയെ, അല്ലെങ്കിൽ സൂസന്ന എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ രക്ഷിച്ചു. ഒക്കെ അങ്ങനെ ഇഷ്ടംമാതിരി കഥകളുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകം വായിക്കണം, അപ്പം നമുക്ക് മനസ്സിലാവും. കുറെ അങ്ങനെ സൂപ്പർ ഹീറോ ആകുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സംഭവങ്ങളുണ്ട്. പിന്നെ സിംഹക്കൂട്ടിലിട്ടിട്ട് സിംഹം തൊട്ടോ? ഒന്നും ചെയ്തില്ല. അപ്പോൾ ഇത്രമാത്രം സമ്പന്നമായ ഒരു വ്യക്തി അവൻ എന്താ ചെയ്തേ? ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം. ഇപ്പം സിസ്റ്റർ ഈ പേപ്പറിൽ വരച്ചില്ലേ? ഓക്കെ, ഈ പേപ്പറിൽ നമ്മുടെ സ്ഥാനം കഴിഞ്ഞിട്ട് ആ സ്പേസിൽ അവിടെ മറ്റൊന്നിനെയും കയറ്റിയില്ല. ദൈവം എന്ന് വെച്ചാൽ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ദൈവത്തിന് തന്നെ കൊടുത്തു. ഓക്കെ, അതിന് വേറെ ഒരു കോംപ്രമൈസും ചെയ്തില്ല. പ്രലോഭനങ്ങൾ, വീഞ്ഞ് വെച്ചു, പെണ്ണു വെച്ചു, അല്ല അധികാരം വെച്ചു, ഒന്നിലും വീണില്ല. ദൈവം പറഞ്ഞ ന്യായപ്രമാണ ഗ്രന്ഥം അനുസരിച്ചു. അപ്പോൾ മക്കളെ, നമ്മുടെ മുന്നിലും നമുക്ക് ഒരു ദാനിയേലായി മാറാം, നമുക്ക് ഒരു ജോസഫായി മാറാം. എന്ത് ചെയ്യണം? ദൈവം പറഞ്ഞു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം പ്രാർത്ഥന മാത്രം പോരാ, ദൈവം പറഞ്ഞ പ്രവൃത്തികളില്ലേ? ഈശോ പറഞ്ഞിട്ടില്ലേ, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവന് മാത്രമല്ല, കർത്താവിൻ്റെ വചനം പാലിച്ച് ജീവിക്കുന്നവരും അനുഗ്രഹിക്കപ്പെടും. അപ്പം നമ്മൾ എന്നാ ചെയ്യണം? ക്ഷമിക്കാൻ ദൈവം പറഞ്ഞിട്ടുണ്ട്. വിദ്വേഷവും വൈരാഗ്യമൊന്നും വെച്ച് നടക്കരുത്. മാതാപിതാക്കളെ ബഹുമാനിക്കണം, അനുസരിക്കണം, അവരോട് തറതല പറഞ്ഞ് നടക്കരുത്. സത്യസന്ധമായി സ്നേഹിക്കണം, കപടതയൊന്നും കാണിക്കരുത്. നമുക്ക് ദേഷ്യം കയറി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും നമ്മൾ എളിമപ്പെട്ട് ഐ ആം സോറി അമ്മ, ഞാൻ തെറ്റുപറ്റി അമ്മ സോറി പറയാനുള്ള ഒരു ഗട്ട്സ് വേണം. അപ്പം നമുക്ക് ദൈവം പറഞ്ഞ പ്രവൃത്തികൾ, കുഞ്ഞുമക്കളെ പ്രത്യേകിച്ച് തറുതലയൊന്നും പറയരുത്. ബാഡ് വേർഡ്സ് അഥവാ വന്നുപോയാൽ ഈശോയോട് സോറി ചോദിക്കണം. ആ പറഞ്ഞ ആളുടെ തോളെ തട്ടി സോറി കേട്ടോ, അറിയാതെ പറ്റി, ഇനി ഞാൻ ആവർത്തിക്കില്ല. ഇങ്ങനെ പറയാനുള്ള ഒരു മനസ്സുണ്ടാക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിലെ ദാനിയേലും ഒക്കെ ആയി മാറും, ജോസഫൊക്കെ ആയി മാറും. ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ ചിന്തിച്ചത് ബന്ധങ്ങളാണ്. ഓക്കെ, റിലേഷൻഷിപ്പാണ്. എത്ര സൗഹൃദം ഉണ്ടെങ്കിലും ആ സൗഹൃദം എടുത്ത് വീട്ടിലെ ആൾക്കാരിയ്ക്കുന്ന സ്ഥാനത്ത് പ്ലേസ് ചെയ്യരുത്. പപ്പയ്ക്കും അമ്മയ്ക്കും ഉള്ള സ്ഥാനം, അവർക്ക് എത്ര കുറവുകളുണ്ടെങ്കിലും അവരാണ് ഈ ലോകം കാണിച്ചു തന്നത്. അവരുടെ കണ്ണുനീര് വീഴ്ത്തിക്കൊണ്ട് നിങ്ങൾ വ്യക്തികളുടെ പിന്നാലെ, അധികാരത്തിൻ്റെ പിന്നാലെ പോകരുത്. ഓക്കെ, അവർക്കുള്ള സ്ഥാനം അവർക്ക് തന്നെ കൊടുക്കണം. ചെയ്യില്ലേ? ഫ്രണ്ട്സൊക്കെ വേണം, പക്ഷെ പൂർണ്ണ സ്വാതന്ത്ര്യം അവർക്കങ്ങ് കൊടുക്കരുത്. എൻ്റെ ജീവിതത്തിൻ്റെ സ്റ്റിയറിങ് അല്ലെങ്കിൽ റിമോട്ട് അവരുടെ കയ്യിലാകരുത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള നിലപാട് വേണം, തീരുമാനങ്ങൾ വേണം. എല്ലാവരെയും സുഖിപ്പിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ജോസഫും ദാനിയേലും ഒക്കെ ആയിരിക്കണം നമ്മുടെ മാതൃക. കാരണം ദൈവം പറഞ്ഞ ആ ന്യായപ്രമാണ ഗ്രന്ഥം, അതായത് ബൈബിള് അന്ന് അവർക്ക് അവരുടേതായിട്ടുള്ള തോറ ഉണ്ടായിരുന്നു. ഇന്ന് നമുക്കിതുണ്ട് കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എങ്ങനെ നടക്കണം, ഏത് സ്റ്റാൻഡേർഡ് എടുക്കണം, ഏത് റൂട്ട് എടുക്കണം എന്നൊക്കെ ഇതിൽ വ്യക്തമായും ശക്തമായും പറഞ്ഞിട്ടുണ്ട്. ചേർത്ത് പിടിക്കുക, വായിക്കുക. വായിച്ചു വരുമ്പം ജീവിതത്തിലൊരു കാര്യം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഏത് ഫാമിലിയെ കൂടുതൽ സ്നേഹിക്കണം, അവരെ നമുക്കുള്ളൂ. അവരെ കണ്ണുനീര് കുടിപ്പിച്ചിട്ട് വേറൊരു ബന്ധത്തിലേക്കൊന്നും പോയി വീഴരുത് മക്കളെ. ഈശോയെ പോലെ, ദാനിയേലിനെ പോലെ, ജോസഫിനെ പോലെ ജീവിതം കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആക്കിയ മക്കളായി നമ്മൾ മാറണം. നമ്മുടെ ജീവിതത്തിൻ്റെ ക്ലൈമാക്സ് സൂപ്പറാകണം. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുന്നത് എങ്ങനെയാണ്? ഒരാളുടെ അവസാനമാണ്
മരണമാണ് അയാൾ ഭാഗ്യവാനോ നിർഭാഗ്യവാനോ ആണെന്ന് തീരുമാനിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ക്ലൈമാക്സ് സൂപ്പറാക്കാൻ നമുക്ക് ഇന്നേ പരിശ്രമിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.